ഡോക്ടർ വർഗീസ് ജോർജ്, ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് പാർട്ടി പാർട്ടികൾ നടത്തുന്ന സമരപ്പന്തൽ സന്ദർശിച്ച CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ജനറൽ സെക്രട്ടറി MA ബേബി, അതേപോലെ തന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ആ സമരവേദിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നേരെ ചൈനീസ് എംബസിയിലേക്ക് പോവുകയാണ്. ഇവിടെ ചോദിക്കുന്നവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എതിർക്കുന്നവർ ചോദിക്കുന്നത്, അങ്ങനെ പോയാൽ എന്താണ് കുഴപ്പമെന്നാണ്. കുഴപ്പമുണ്ടല്ലോ. ചില രാഷ്ട്രീയ പരമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതേ ദിവസം പോകുന്നതിന് ചില സന്ദേശങ്ങളുണ്ട്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് VS അച്യുതാനന്ദൻ ആ വീട്ടിൽ പോയ ദിവസം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം അന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പോയത് ശരിയായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരപ്പന്തലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കൂട്ടി വായിക്കണം, വെറുതെ പോകില്ലല്ലോ. രാഷ്ട്രീയം അറിയാത്തവരല്ലല്ലോ ഇവരാരും. SFIയുടെ നേതാക്കളോ അല്ലെങ്കിൽ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കോ രാഷ്ട്രീയമൊന്നും അറിയാത്തവരല്ല. അവർക്ക് കൃത്യമായി ഇതൊക്കെ അറിയുന്നവരാണ്. അവിടെ പോകുന്നു, ചൈനീസ് എംബസിയിൽ പോകുന്നു, അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, സമ്മാനം വാങ്ങുന്നു. അത് തെറ്റെന്ന് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന RJDയെ പോലെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകങ്ങളെങ്കിലും അത് പറയണ്ടേ. അത് തെറ്റായിപ്പോയി. നിങ്ങൾ അന്ന് അവിടെ പോയത് തെറ്റായി. കാരണം ആ സമരത്തിൻ്റെ ഈ ചിത്രത്തെ ആകെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം തുടങ്ങിയ വേളയിൽ അവിടെ ഡൽഹിയിലെ പോലീസ് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരാഹാര പന്തൽ അടക്കം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറ മാറ്റണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് അവർ ഉയർത്തിയത്. ക്യാമറ മാറ്റണം, ഞങ്ങളുടെ സ്വകാര്യതയെ അത് ഹനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യാമറ വെച്ചപ്പോൾ തന്നെ ക്യാമറയ്ക്കുള്ളിൽ ചില ചിത്രങ്ങളൊക്കെ പതിഞ്ഞു. ആഹാരം കഴിക്കുന്നത് അടക്കമുള്ള ചിത്രങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അത്തരം ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആക്ഷേപങ്ങളൊക്കെ നിങ്ങളുടെ, അല്ലെങ്കിൽ ഈ അങ്ങ് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ശരിയായ സമരപാതയിലൂടെ ശരിയായ നിലയിൽ മുന്നോട്ട് പോകണ്ടേ. അല്ലാതെ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ കൊണ്ടുവന്നിട്ടാണോ ഇത്തരം സമരങ്ങൾ? അതുമാത്രമല്ല, ഈ സമരപ്പന്തലിൽ പോയി ചൈനീസ് എംബസിയിൽ പോയി അവിടെ നിന്ന് ഉപഹാരങ്ങൾ വാങ്ങുക. സ്വാഭാവികമായിട്ടും ചൈനയുടെ പിന്തുണയുണ്ട്, ചൈനയുടെ സാമ്പത്തിക സഹായമുണ്ട് എന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും. അതുമാത്രമല്ല, ഈ വാങ്ചൂക്ക് എന്ന് പറയുന്ന ആൾ ലഡാക്ക് സംസ്ഥാനത്തിന് വേണ്ടി, സ്വതന്ത്ര പദവിക്ക് വേണ്ടി സമരം നടത്തിയപ്പോൾ ലഡാക്ക് ഉൾപ്പെടുന്ന ചൈനീസ് മേഖലയിൽ, ചൈനീസിൻ്റെ അതിർത്തി ഉൾപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക്, അവിടെ ചൈന നടത്തുന്ന കടന്നുകയറ്റത്തിൽ പ്രതിരോധം തീർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച, എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത നേതാവ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കില്ലേ ഡോക്ടർ വർഗീസ് ജോർജ്? വിനോദ് പറഞ്ഞതിലേക്ക് ഓടി വരാം. ആദ്യം പറഞ്ഞ നന്ദുവിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് എൻ്റെ മറുപടിയായിട്ട് കണ്ട വേറൊരു പെർസ്പെക്റ്റീവ്, വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുകയും അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുകയും ചെയ്തു. നന്ദു മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും തമ്മിലൊരു 37 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ട് പ്രബലമായ പൊളിറ്റിക്കൽ ഫോഴ്സസ് ആണ് ഇന്ത്യ മുന്നണി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ മണ്ഡല പുനർവിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബില്ല് പാസ്സാക്കാൻ, വനിതാ ബില്ല് പാസ്സാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം BJP ചെയ്യുന്നത്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടെ ചെയ്യുന്നത്, മറ്റ് പാർട്ടികളെ പിളർത്തി ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് NCPയെ പിളർത്തിയത്, തൃണമൂൽ പാർട്ടിയെ പിളർത്തിയത്, ആപ്പിനെ പിളർത്തി, ഇന്ത്യയിലെ MP-മാരുള്ള പാർട്ടികളെയൊക്കെ പിളർത്തി ലോക്സഭയിൽ ഭൂരിപക്ഷം നേടാൻ ശ്രമിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ വ്യാപകമായിട്ടുള്ള, ഇത് കോൺഗ്രസ്സാണ് നേരത്തെ ആരംഭിച്ചത്, പക്ഷേ അന്ന് ഇത്രയും വ്യാപകമായിരുന്നില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തി ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്നതിൻ്റെ ധാർമ്മികത ശരിയാണോ നന്ദു? രണ്ടാമത്തെ കാര്യം നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. ഞാൻ നീറ്റ് പരീക്ഷയെ ഒരു ഫോക്കസ് ചെയ്ത് പറഞ്ഞതല്ല, ഒരു വിഷയമായിട്ട് അതിനെ നമ്മൾ കാണണം. കാരണം നീറ്റ് പരീക്ഷയിൽ ആദ്യമായിട്ടല്ല ഈ സംഭവം ഉണ്ടാകും. 2024 നീറ്റ് പരീക്ഷ പേപ്പർ ചർച്ചയുണ്ടായി. അന്നൊരു കമ്മീഷനെ വെച്ച്, ആ കമ്മീഷന്റെ ശുപാർശകളൊന്നും എടുത്ത് നോക്കിയോ, തുടങ്ങിയ കാര്യങ്ങൾ, ആ കമ്മീഷൻ റിപ്പോർട്ടുകളൊന്നും ചെയ്തില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചു, CBI ചാർജ് ഷീറ്റ് പോലും കൊടുത്തില്ല. വീണ്ടും 2025 ആവർത്തിച്ചു. UGCയുടെ കാര്യത്തിൽ പല കാര്യത്തിലും പിന്നോക്കം പോകേണ്ടി വന്നു. അവിടെ തുടർച്ചയായിട്ടൊരു മന്ത്രാലയം ഒരു ദൗർബല്യം കാണിക്കുമ്പോൾ
അത് യൂണിയൻ ഗവൺമെൻറ് ഡിസ്കസ് ചെയ്യണ്ടേ? ചിലപ്പോൾ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്ന മന്ത്രി രാജിവെക്കും, മോറൽ ആവശ്യമായിരിക്കാം. പക്ഷെ കോർ ഇഷ്യൂവിനെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യാത്തത്? ഈ മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ മറ്റുള്ള കുട്ടികൾ വലിയ വരുമാനമൊന്നുമില്ല. അവർ ഭോപ്പാലിലും ജബൽപൂരിലും ഒക്കെ പോയി ഒരു മുറി വാടകയ്ക്കെടുത്ത് AC പോലും ഇല്ലാത്ത അകത്ത കടുത്ത ചൂടിൽ ഒരു വർഷത്തോളം പഠിച്ച് ട്യൂഷൻ ഫീസിൽ പോയി പഠിച്ച് അവർ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ വൃത്തി ചെയ്തു. 31 കുട്ടികളല്ലേ ആത്മഹത്യ ചെയ്ത്. നമുക്ക് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഒരു മോറൽ ഉത്തരവാദിത്വം ആരെടുക്കും? അതാണ് ഈ നീറ്റ് പരീക്ഷ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എഫിഷ്യൻ്റായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയില്ല. ആദ്യം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞു ഞങ്ങളിതൊക്കെ നേരിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് മനസ്സിലായത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് നടത്തിയത്. ആ പ്രൈവറ്റ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് പല ചോർച്ചകളും ഉണ്ടായി. വാട്സാപ്പിൽ കൂടെ ചോദ്യങ്ങൾ കൊണ്ടുപോയി. അങ്ങനെയാണ് പിന്നീട് നന്ദു പറഞ്ഞ തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടായത്. അതുകൊണ്ട് ഗവൺമെൻറ് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കണമായിരുന്നു. അതുകൂടി ആണ് ഇതിൻ്റെ ഒരു കാര്യം. മൂന്നാമത് ഐഡിയോളജിയെക്കുറിച്ച് ചോദിച്ചു. അത് വളരെ സംഗതമായൊരു ചോദ്യമാണ്. ഈ കോക്രോച്ച് പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഇല്ല. പക്ഷേ സമീപകാലത്ത് നമ്മൾ പല മൂവ്മെൻറ്റ്സും കാണുന്നത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ പോലെ തന്നെ സമരങ്ങളിലൂടെ പുതിയ ഐഡിയോളജി ഉണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിലൂടെ മുമ്പോട്ട് വന്ന് ഒരുപക്ഷെ ലീഡർഷിപ്പ് കാണത്തില്ല. ആരാ ലീഡർ? ആരാ ഇതിൻ്റെ ലീഡർഷിപ്പേ കാണത്തില്ല. പക്ഷേ ആ സമരങ്ങളിലൂടെ നിയതമായ ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടും. എങ്ങനെയാണ് ആപ്പ് പാർട്ടിയാണ്? ആപ്പിന് വല്ല ഐഡിയോളജി ഉണ്ടായിരുന്നു. അവർ 3 തവണ ഡൽഹി ഭരിച്ചു, ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നു. അവർക്ക് ഐഡിയോളജി ഇല്ലെന്നുള്ള ഞങ്ങൾക്കും വിമർശനമുണ്ട്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ അവരെ സ്വീകരിക്കുകയും അഴിമതിക്കെതിരായ ഒരു മൂവ്മെൻ്റായിട്ട് അവർ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് അല്ല, അത് നമ്മുടെ ഒരു പഴയ കാഴ്ചപ്പാടാണ്. ജനങ്ങളുടെ സമരങ്ങൾ ഏറ്റെടുത്ത് അതിലൂടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് നേതൃത്വവും ഐഡിയോളജിയും രൂപപ്പെടും. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശരിയായിരിക്കാം. ചിലപ്പോൾ അവർ നാളെ പിരിഞ്ഞു പോകും. നന്ദു പറഞ്ഞത് ശരിയാണ്, ഇതൊരു ഓൺലൈൻ പാർട്ടിയാണ്. നാളെ അവർ കാണണമെന്നില്ല. പക്ഷേ അവരൊരു സമരത്തിൽ ഒരു ഇഷ്യൂ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ അഡ്രസ്സ് ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്. പിന്നെ വിദേശ അതിനെക്കുറിച്ച് പറഞ്ഞു. അത് മിസസ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും മൊറാർജി ദേശായി, AB വാജ്പേയി, LK അദ്വാനി, JP ഇവരെല്ലാം വിദേശ ശക്തികളുടെ കാര്യം അന്നത്തെ പാർലമെന്റ് പ്രസംഗം എടുത്ത് നോക്കിയാൽ അറിയാം. ലോക്സഭയിൽ മിസസ് ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ വിദേശ ശക്തികളുടെ കയ്യിലെ പാവുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നമ്മളെ ഇന്ത്യയിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ സമരം നടത്തുമ്പോൾ എപ്പോഴും വിദേശ ശക്തികളുടെ, അതാണ് വിനോദോട് ചോദിച്ചത്, വിദേശ ശക്തികളുടെ കളിപ്പാവയായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയത്? ദീപ പറഞ്ഞ പോലെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു എംബസി അവരുടെ രാജ്യ താല്പര്യത്തിന് എതിരായിട്ടോ ഇന്ത്യക്ക് എതിരായിട്ടോ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഹൈ ലെവൽ ഒഫീഷ്യൽ ഡെലിഗേഷൻസ് ഒക്കെ ധാരാളം എക്സ്ചേഞ്ച് നടക്കുന്ന സമയമാണ്. മാത്രമല്ല പ്രസിഡന്റ് ട്രംപിൻ്റെ ഇരട്ട നികുതി വന്നപ്പോൾ യോജിച്ചിരുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. അതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ചൈന എംബസിയിലൂടെ മുതിരുമെന്ന് എനിക്ക് ഒരു തരത്തിലുള്ള വിശ്വാസമില്ല. നമ്മൾ ആ രീതിയിൽ കാണാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 40,000 കുഞ്ഞുങ്ങളെ ഗാസയിൽ കൊന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ എന്തിനാ പോയി ആലിംഗനം ചെയ്യുന്നത്? നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വരും. ഈ US ഇറാൻ അതുപോലെ തന്നെ യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് തലേന്ന് പ്രൈം മിനിസ്റ്റർ എന്തിനാ പോകുന്നത്? നമ്മൾ കരാറൊന്നും ഒപ്പുവെച്ചില്ലായിരുന്നല്ലോ ഇസ്രായേലുമായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യാന്തര ബന്ധങ്ങളിലെ ഡൈനാമിക്സിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു മൂവ്മെന്റിനെ നമ്മൾ നോക്കാൻ പാടില്ല. കാരണം എനിക്ക് നന്ദനോട് പറയാനുള്ളത്, നമ്മൾ ഇപ്പം ആരബ് സ്പ്രിങ് നോക്കിയാൽ, ഞാൻ ടൈം വാരിയൽ വായിച്ചതാണ്, അവിടെ അൾജീരിയയിലോ മറ്റാണെന്ന് തോന്നുന്നു, ഒരു യുവാവ് 38 വയസ്സായിട്ട് ഒരു ജോലിയും കിട്ടിയില്ല. അയാൾ എന്തുവണ്ടിയാൽ ഓറഞ്ചും കൊണ്ട് നടക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കണം. ഒരു ദിവസം കൈക്കൂലി കൊടുക്കാത്തതിന് ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇയാളുടെ മുഖത്തടിച്ചു. അത് ആരോ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ടു. പിറ്റേന്ന് അവിടെ എല്ലാ ചത്തുരത്തിൽ അവർ സ്ക്വയറിൽ കൂടാൻ പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ കൂടി അൾജീരിയയിലെ എല്ലാ ഗവൺമെന്റ് തകിടം മറിഞ്ഞു പോയി. ഒരു മോമെന്റാണ്. അതുപോലെ തന്നെ ഒരു ചീഫ് ജസ്റ്റിസ് ഇവരെ പാർട്ടികളിൽ നിന്ന് വിളിച്ചപ്പോൾ ഉണ്ടായ ക്രോധത്തിൽ നിന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് കൂടിയിരിക്കുമ്പോൾ, അരക്ഷിതത്വം കൂടിയിരിക്കുമ്പോൾ ആ ക്രോധത്തിൽ നിന്നാണ് ഈ മൂവ്മെന്റ് ഉണ്ടായത്. ആ മൂവ്മെന്റ് ചിലപ്പോൾ നാളെ പൊളിഞ്ഞു പോകും. ഗവൺമെന്റ് അവർ ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ മതി. തൊഴിൽ കൊടുക്കണം, അവർ നന്നായിട്ട് പരീക്ഷണം നടത്തണം.
അത് ഗവൺമെന്റ് അവരുമായിട്ട് ഡയലോഗ് നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നന്ദുവിന്റെ അല്ലെങ്കിൽ BJPയുടെ ആ ഒരു സമീപനം അവരുമായിട്ട് ഡയലോഗ് നടത്തത്തില്ല. അവരങ്ങ് ദേശവിരുദ്ധ ശക്തികളാണ്, നമുക്ക് അങ്ങനെ ആക്ഷേപിച്ച് അവരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് മറ്റുള്ള ആളുകൾ അവർക്ക് പിന്തുണയുമായിട്ട് വരുന്നത്.